നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഇന്തോനേഷ്യയിൽ നടന്ന അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്ന് പ്രദേശത്ത് നിന്ന് ജനങ്ങളെ ഒഴിപ്പിച്ചു. റുവാങ്ങിൽ നിന്ന് ആദ്യഘട്ടത്തിൽ ടാഗുലാൻഡാങ് ദ്വീപിലേക്ക് 800-ലധികം ആളുകളെയാണ് മാറ്റിപ്പാർപ്പിച്ചത്. മനാഡോയിൽ നിന്ന് 100 കിലോമീറ്റർ അകലെയാണ് ഈ ദ്വീപ്. വീണ്ടും സ്ഫോടനമുണ്ടായതോടെ കൂടുതൽ ആളുകളെ ഒഴിപ്പിക്കുകയായിരുന്നു. ഇന്തോനേഷ്യയുടെ വടക്കുഭാഗത്ത് റുവാങ് പർവ്വതത്തിൽ നിന്ന് 100 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന മനാഡോ നഗരത്തിലെ സാം റതുലാംഗി വിമാനത്താവളം അടച്ചു. 24 മണിക്കൂർ നേരത്തേക്കാണ് വിമാനത്താവളം അടച്ചിടുകയെന്ന് ഗതാഗത മന്ത്രാലയം അറിയിച്ചു. ബുധനാഴ്ച 5 തവണയാണ് അഗ്നിപർവ്വത സ്ഫോടനമുണ്ടായത്. 11,000-ലേറെ ആളുകളാണ് അഗ്നിപർവ്വതത്തിന് തൊട്ടടുത്ത് താമസിക്കുന്നത്. സ്ഫോടനത്തിൽ അഗ്നിപർവ്വതത്തിന്റെ ഒരു ഭാഗം തകർന്ന് കടലിൽ വീണാൽ സുനാമി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. ഇതേ തുടർന്ന് അഗ്നിപർവ്വതത്തിന് കിഴക്കുള്ള ടാഗുലാൻഡാങ് ദ്വീപ് അപകടത്തിലാകും. ഈ ദ്വീപിലുള്ളവരോടും മാറി താമസിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കടലിൽ നിന്ന് 725 മീറ്റർ ഉയരത്തിലാണ് ഈ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത്. ആദ്യത്തെ സ്ഫോടനം ഏപ്രിൽ 16-നാണ് നടന്നത്. പിന്നീട് ഏപ്രിൽ 17 രാത്രി വൈകിയും ഭയങ്കരമായ ഒരു സ്ഫോടനമുണ്ടായി.